നിത്യരാജ്യത്തിലേക്ക് ഒരുക്കുവാൻ വേണ്ടിയിട്ടാണ്. ആ ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീരണം കുടുംബം മുഴുവനും. ഒന്നുകൂടെ പറഞ്ഞാൽ, മിസ്രൈമിൽ ഒരു കുളമ്പ് പോലും കാണരുത്. ആ മിസ്രൈമിന്റെ അടിമത്തത്തിൽ അല്ലെങ്കിൽ നാം ആയിരുന്ന പാരമ്പര്യത്തിൽ നിന്ന് നാം മടങ്ങി വന്നപ്പോൾ ഇനി അവിടെ ഒരു കുളമ്പ് പോലും, എന്നാൽ ഒരു വ്യക്തി പോലും ഇനി ഫറവോന്റെ അടിമത്തത്തിൽ കാണരുത്. ആമേൻ എന്ന് തീരുമാനത്തോടുകൂടെ നാം ഇറങ്ങി വന്നതാ. അതുകൊണ്ട് ദൈവത്തിന് നാം ഭയപ്പെടുന്നവരാണ്. ദൈവത്തെ ഭയപ്പെടണം. ദൈവവചനത്തിന്റെ മുമ്പാകെ നാം ഭയപ്പെടണം. കർത്താവേ, എന്നോട് അരുളി ചെയ്യണമേ, എന്നോട് അരുളി ചെയ്യണമേ, നിന്റെ ശബ്ദം കേൾക്കുവാൻ എന്റെ ഹൃദയത്തെ ഒന്ന് തുറക്കണമേ. ഇതാണ് ദൈവത്തെ സേവിക്കുക എന്ന് പറയുന്നത്. ആമേൻ. ഇവിടെ പുറപ്പാട് പുസ്തകം 20:1-2 വാക്യം വായിക്കും. അവിടെ ഒരു 10 കൽപ്പന ദൈവം കൊടുക്കുക. ഒന്നാമത്തെ കൽപ്പന എന്താണ്? ഞാനല്ലാതെ അന്യദേവനോ നിനക്കുണ്ടാകരുത്, ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്, നീതെ സ്വർഗത്തെങ്കിലോ ഭൂമിയിലെങ്കിലോ വെള്ളത്തെങ്കിലോ ഏതിന്റെ പ്രതിമ ഉണ്ടാക്കരുത്. അവിടെ 5-ാം വാക്യം, അവയെ സേവിക്കുകയോ അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ അരുത്. അവിടെ നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവം. ആമേൻ. നമ്മുടെ ദൈവം ആരാണ്? തീഷ്ണതയുള്ള ദൈവമാ. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയുടെ അടുത്താണ് നാം ആയിരിക്കുന്നത്. ആമേൻ. ഇന്ന് ആർക്കും ഇന്ന് ലോകത്തിൽ ഇന്ന് നോക്കുമ്പോൾ ഭയമില്ല. ദൈവമക്കളെ, ദൈവം അന്ന് പഴയ നിയമത്തിലുള്ള ദൈവം തന്നെ ഇന്നത്തെ ദൈവം. പക്ഷെ ഇന്ന് ദൈവം കൃപ കാണിക്കുക, കരുണ കാണിക്കുകയാണ്. ആമേൻ. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മെ ശാസിക്കും, നമ്മളെ ഇടയ്ക്ക് ശാസിക്കും. വചനത്തിലൂടെ നമുക്ക് പല ഗുണീകരണങ്ങളും ശാസനകളും നമുക്ക് വരും. പക്ഷേ ദൈവം നമ്മളെ ഒരിക്കലും ആമേൻ പഴയ നിയമത്തെ പോലെ അന്ന് നശിപ്പിച്ചു കളയുന്ന ദൈവമല്ല. പിന്നെയും ദൈവം നമ്മളോട് കൃപ തോന്നി, ദയ തോന്നി നമ്മെ മടക്കി കൊണ്ടുവരുവാൻ ദൈവം നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടെ നമ്മൾ ഇന്ന് വായിച്ചു കേട്ട തിരുവചനത്തില് ഇവിടെ നമ്മൾ കാണുന്ന സന്ദർഭ ഭാഗം, അവിടെ കാണുന്നത് നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ നിൽക്കുമെന്ന് അവിടെ ചോദിക്കുകയാണ്. ആമേൻ. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം ഒന്ന് വായിക്കാമോ? യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 16-ാം വാക്യം. സ്തോത്രം. നമ്മുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ച് അന്യ ദേവന്മാരെ സേവിപ്പാൻ നീ ഞങ്ങളെ ഇടവരുത്തരുതേ. നമ്മൾ ഒരു പ്രാർത്ഥന ഇതായിരിക്കണം. കാരണം ദൈവമക്കളെ, ഇന്ന് അനേക വിശുദ്ധന്മാരും അനേക ദൈവമക്കൾ വീണുകൊണ്ടിരിക്കുന്ന ലോകത്താണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ആമേൻ. നമ്മുടെ കഴിവല്ല, നമ്മുടെ മേന്മയല്ല, നമ്മുടെ തിയോളജിക്കൽ നോളജ് അല്ല ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്. ദൈവസന്നിധിയിൽ നമുക്ക് ഇന്ന് പ്രാഗൽഭ്യത്തോടെ പറയാൻ, കർത്താവേ, നീയാ എന്നെ നിർത്തിയിരിക്കുന്നത്. പല വീഴ്ചകൾ എന്റെ ജീവിതത്തിൽ വന്നു, പല താളം തെറ്റുകൾ എന്റെ ജീവിതത്തിൽ വന്നു. നമുക്ക് ദൈവത്തോട് പറയാം, ഞാൻ എന്റെ പഴയ പാരമ്പര്യത്തിൽ ആരംഭിച്ച അന്യ ദേവന്മാരെ സേവിക്കുവാൻ ഞാൻ എന്നെ മടങ്ങി പോകുവാൻ എന്റെ ദൈവമേ നീ ഞങ്ങളെ അനുവദിക്കരുതേ. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുന്നത്, ഇവിടെ ഈ 1 രാജാക്കന്മാർ അതിന്റെ 18-21 നമ്മൾ വായിക്കുന്നു. ഏലിയാവ് അടുത്ത് ചെന്ന് സർവ്വജനത്തോടും നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ, തോണി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, വള്ളം, 2 തോണിയിൽ കാല് വെച്ച് ഒരിക്കലും ഒരു മനുഷ്യന് യാത്ര ചെയ്യുവാൻ കഴിയില്ല. അവൻ എന്ന് പറഞ്ഞാല് ഒരിക്കലും നമ്മുടെ യാത്ര സുഖപ്രദമാണെങ്കിൽ ഒരു തോണിയിലായിരിക്കണം. ഒന്നുകിൽ യേശുവിനെ ആരാധിക്കണം, അല്ലെങ്കിൽ അന്യദേവന്മാരെ ആരാധിക്കണം. ഏത് നമ്മൾ തിരഞ്ഞെടുക്കണം. നമുക്കൊരു തിരഞ്ഞെടുപ്പുണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏദൻ തോട്ടത്തിൽ തന്നെ ദൈവം മനുഷ്യന് ഒരു തിരഞ്ഞെടുപ്പ് കൊടുത്തു. നിങ്ങൾ നല്ല ഹല്ലേലൂയ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കുവാനായിട്ട് ദൈവം വിളിച്ചപ്പോൾ ഇവിടെ ദൈവം പറയുകയാണ്, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാല് വെച്ച് യാത്ര ചെയ്യും. ആമേൻ. അവിടെ യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പിൻ. ദൈവത്തെ അനുഗമിക്കുവാൻ വേണ്ടി വിളിച്ചവരാണ് നാം.